അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോട് നമുക്ക് എന്തും പറയാം. കാരണം അവിടുത്തോട് ഒരു പേടി എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന്റെ അങ്ങേയറ്റത്തിലുള്ള ആ ഒരു വികാരമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അല്ലാതെ രാജാവിനെ പേടിക്കേണ്ടത് പോലുള്ള പേടി അള്ളാഹിന്റെ ഹബീബിനോടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭൗതികമാരായ വലിയ സമ്പത്തുള്ള പ്രമാണിമാരായ ആളുകളോടുള്ള പേടി പോലെയുള്ള അങ്ങനെയുള്ള ഒരാളല്ല അവിടുത്തേക്ക് അറിയുന്ന വികാരം ഉമ്മത്തിനോടുള്ള കാരുണ്യമാണ്. ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കാനാണ് മുത്തറസൂലിനെ അറിയുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവത്തിൽ കാണാം, ഒരാള് അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. അയാള് മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അയാൾ റസൂലുള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടു. അയാൾ ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ബഹുമാനിക്കുന്ന അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളെടുത്തി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് കിട്ടൂല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ മനുഷ്യൻ ഭയപ്പെടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹവ്വിൻ അലൈക്. ആ വ്യക്തിയോട് പറഞ്ഞു, സമാധാനപ്പെടുക, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ രാജാവൊന്നുമല്ല, ഫലസ്തു ബിമാലികിൻ, ഞാൻ രാജാവല്ല, ഇന്നമാ അന ബിനു ഇംറഅത്തിൻ മിൻ ഖുറൈശ് കാനത് ഉഖുൽ ഖദീദ് എന്ന് പറഞ്ഞാൽ ഉണക്ക മാംസം ഭക്ഷണം കഴിക്കുന്ന ഒരു സാധാരണക്കാരായ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനായ ഒരു പാവപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാൻ രാജാവൊന്നുമല്ല, പേടിക്കണ്ട. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് മദീനത്ത് പോയാൽ, ഈ മദീനത്ത് പെട്ടെന്ന് പോകാൻ കഴിയാത്തവർ ആത്മാർത്ഥമായ കൽബ് മദീനയാക്കിയാൽ മതി. മദീനത്ത് എല്ലാവർക്കും എപ്പോഴും പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹു തആല പോകാൻ തൗഫീഖ് ധാരാളം തവണ നമുക്ക് നൽകട്ടെ. പക്ഷേ പോകാത്തവർക്കും കൽബ് കൊണ്ട് മദീനയിൽ പോകാം. എങ്ങനെയൊക്കെ നമുക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ മദീനത്തേക്കൊന്ന് വിളിച്ചാൽ അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കും. എന്നിട്ട് തങ്ങളെ ഞാനിതാ മാറാൻ പോവുകയാണ്. നേരത്തെ പാട്ടിൽ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരുപാട് ഹറാമുകൾ കണ്ടിട്ടുണ്ട്, ഞാനിതാ നന്നാവാനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അതിന് തങ്ങളുടെ പിന്തുണയുണ്ടാവണം. ആ മഹാകാരുണ്യത്തിൽ ഒന്ന് ലയിച്ചു ചേരാൻ സാധുവായ എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് വിളിച്ചിടാമോ എന്ന രീതിയിൽ അവിടുത്തോടൊന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് പരിഗണിക്കും. حاشاه أن يحرما راجي مكارمه أو يرجع الجرم غير محترم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ചരിത്രം കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിച്ച ആളുകൾ, അത് കൽബറിഞ്ഞിട്ട് അവിടത്തോടുള്ള മഹബത്തിന്റെ ലോകത്ത് ലയിച്ചു ചേർന്ന ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്തും കൊടുക്കും. ചരിത്രത്തിലുണ്ട്, ഗ്രന്ഥങ്ങൾ, ഇമാമിയങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിലുണ്ട്. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന 100 സംഭവങ്ങളും അതുപോലെ എത്രയോ സംഭവങ്ങൾ എണ്ണി പറയുന്ന ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ അവർ എണ്ണി പറയുന്നത്? ജോലി ശരിയാക്കി കൊടുത്തവരുണ്ട്, ഷെയ്ഖിനെ കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്, ഇന്ന ആളെ കല്യാണം കഴിക്കാൻ നിർദ്ദേശിച്ചു കൊടുത്തവരുണ്ട്, പ്രയാസത്തിൽ നിന്ന് ആളെ പറഞ്ഞ് രക്ഷപ്പെടുത്തവരുണ്ട്, ഭക്ഷണം കൊടുത്തയച്ചവരുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തയച്ചവരുണ്ട്. ഒരു ചരിത്രം ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരുടെ പിതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിൽ ഇരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് രോഗം വന്നു. ഈ രോഗം വന്ന് അങ്ങനെ 3 മാസം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അവര് 3 മാസം പൂർണ്ണമായും വളരെ നിരാശയോടുകൂടെ പ്രയാസപ്പെട്ട് അവിടെ കഴിച്ചു കൂട്ടുകയാണ്. കയ്യിലുള്ള സമ്പത്ത് മുഴുവനും തീർന്നു. 3 മാസമായി കിടപ്പിലാണ്, കയ്യിൽ കാശില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അങ്ങ് ഇതൊന്ന് ഏറ്റെടുത്ത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു.
ആ ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. സ്വപ്നത്തിൽ 3 മാസമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന മഹാനവറുകളോട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തിട്ട് ചൊല്ലാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. അവിടുന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്ത ദിക്ർ സ്വപ്നത്തിൽ ചൊല്ലി. ആ ദിക്ർ ചൊല്ലി ഉടനെ ഉണർന്നു നോക്കുമ്പോൾ യാതൊരു രോഗവുമില്ല. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. എത്രയോ ഇത്തരത്തിലുള്ള അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതാണ് ഹഷാഹു അയ്യഹരിമർ റാജി മകാരിമഹു ഔ യർജിഅൽ ജാറ മിൻഹു ഗൈറ മുഹ്തറമി. ഔദാര്യം പ്രതീക്ഷിച്ച് കടന്നു വരുന്ന ഒരാളെയും മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവെടിയുകയില്ല. അവിടുത്തെ ഔദാര്യം പ്രതീക്ഷിച്ച് കടന്നു വരുന്ന, അവിടുത്തെ ഔദാര്യം കിട്ടുമെന്ന കാരുണ്യത്തിൽ അലിയാമെന്ന പ്രതീക്ഷയിൽ കടന്നു വരുന്ന ഒരാളെയും, പക്ഷെ അതിന് ബേസിക് ഒരു ക്വാളിറ്റി എങ്കിലും വേണം. എല്ലാവരും ചോദിക്കാറ്, ഞാൻ കുറെ സ്വലാത്തിൽ, ഞാൻ കുറെ വൃത്തിൽ, എന്താ കാണാത്തതെന്ന്. അതിനുള്ള ബേസിക് ക്വാളിറ്റി പോലും എത്താത്ത ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുക അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ? അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൽ വേറെ ഒരു വളരെ സ്വാലിഹത്തായ ഒരു സഹോദരിയുടെ ചരിത്രം ഉണ്ട്. ആ ചരിത്രം ഇങ്ങനെയാണ്. ബഗ്ദാദിൽ വെച്ച് പക്ഷപാതം പിടിച്ച നീണ്ട 15 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദത്തായ ഒരു സഹോദരി 15 വർഷം എഴുന്നേൽക്കാൻ കഴിയാതെ പക്ഷപാതം പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി അവര് റസൂലുള്ളാഹി ഒരു രാത്രി ഒരാളെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നു. അപ്പൊ ആരാണ് സ്വപ്നത്തിൽ വന്നത്? നിങ്ങളൊരു അന്യ ആളാണല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് സ്വപ്നത്തിൽ എന്നെ കാണുന്നത് എന്ന് ഈ മഹദി സയ്യിദത്ത് സ്വപ്നത്തിൽ ആ വന്ന ആളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണൽ അനുവദനീയമല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത്? അപ്പോൾ അവര് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ പിതാവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹദി വിചാരിച്ചു, എന്നാൽ പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദന അലിയാർ തങ്ങളായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഉടനെ പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, എന്റെ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, യാ അമീറുൽ മുഅ്മിനീൻ മാ തറാ മാ അന ഫീ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ അമീറുൽ മുഅ്മിനീൻ അവർകളെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വപ്നത്തിൽ വന്ന ആ മഹാവ്യക്തിത്വം പറഞ്ഞു, അന അബൂക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളുടെ പിതാവായ മുത്ത് റസൂലാകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഈ മഹദി കരഞ്ഞുകൊണ്ട് 15 വർഷകാലമായി പക്ഷപാതം പിടിച്ചുകൊണ്ട് കിടക്കുന്ന സഹോദരി, സയ്യിദത്ത് കുടുംബത്തിൽപ്പെട്ട ആ സഹോദരി അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നിങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ കാരുണ്യം ഒന്ന് എങ്ങനെയാണ് അളക്കുന്നത്? അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി ബഗ്ദാദിൽ വെച്ച് 15 വർഷക്കാലം പക്ഷപാതം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളതാ അവിടെ കിടക്കുന്നുണ്ട്, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ ഹബീബ് നേരിട്ട് വരികയാണ് സ്വപ്നത്തിൽ. എന്നിട്ട് ആ മഹദി മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ നേരിട്ട് വന്നു. വന്നിട്ട് അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മഹദി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അള്ളാന്റെ ഹബീബായവരെ, പിതാവായവരെ, എന്റെ പിതാവായവരെ, അങ്ങ് അള്ളഹാനോട് പറഞ്ഞ് എന്റെ ആരോഗ്യത്തിന്റെ കാര്യം നിങ്ങളൊന്ന് അള്ളഹാനോട് പറയണം. ഉടനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ എന്റെ കൈ കൊടുത്തു. ആ കൈ പിടിച്ച് എന്നെ മുത്ത് റസൂൽ എഴുന്നേൽപ്പിച്ചിരുത്തി. കിടക്കുകയാണ്, കോമാ സ്റ്റേജ് പോലെ കിടക്കുകയാണ്, പക്ഷപാതം പിടിച്ച് കിടക്കുകയാണ് മഹദി. അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. ആദ്യം മുത്ത് റസൂൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തിച്ചു. എന്നിട്ട് ഈ മഹദിയോട് പറഞ്ഞു, നിങ്ങൾ ബിസ്മി ചൊല്ലി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹദി ചോദിച്ചു, എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാൻ എങ്ങനെയാണ് തങ്ങളെ കഴിയുക? അപ്പോൾ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ 2 കൈകളും എനിക്ക് തരൂ. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും 3 തവണ ആ മഹദിയെ സ്വപ്നത്തിൽ 2 കൈകളും പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം അവരോട് പറഞ്ഞു, ഒറ്റയ്ക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനം അവർ ഒറ്റയ്ക്ക് എഴുന്നേറ്റു. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ 15 വർഷക്കാലം പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ആ മഹദി ആ ഒരൊറ്റ രാവിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതാനും മിനിറ്റുകൾ സമയത്തെ ഒരു ഇടപെടൽ കൊണ്ട് അവിടുത്തെ 15 വർഷത്തെ രോഗം സുഖപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, അവിടുത്തെ കാരുണ്യം നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല.
സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദ് മദീന. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദ് നബീന. മരുവിലെ മരതകൂട, മധുരിതം മദീന മസാര. മരുവിലെ മരതകൂട, മധുരിതം മദീന മസാര. ലോകം തേടും മണ്ണാണ്, ലോകവിമോചന വീടാണ്. നിർഭയമേകും നൂറാണ്, നീതിവിലാസമിതഴകാണ്. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. ഇത് ത്വാഹ റസൂലിൻ വാക്ക്, ആ വാക്കിനാണ് ഓക്ക്. അത് ലോകക്കാരെ കേൾക്ക്, അതിലാണ് ശിഫയോർക്ക്. ഇത് ത്വാഹ റസൂലിൻ വാക്ക്, ആ വാക്കിനാണ് ഓക്ക്. അത് ലോകക്കാരെ കേൾക്ക്, അതിലാണ് ശിഫയോർക്ക്. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. പുഞ്ചിരിയിലെ ധർമ്മം ചൊല്ലി ലോകത്തിന്നേതാവേ, ചിന്തകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിച്ചേതാവേ. പുഞ്ചിരിയിലെ ധർമ്മം ചൊല്ലി ലോകത്തിന്നേതാവേ, ചിന്തകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിച്ചേതാവേ. നേരിട്ടേടാൻ ആ ഹദീസുകൾ പരതി നോക്കോ, കണ്ടിടോ. ഏതു കാലവും പ്രോജനിക്കും തിരുവിമോചന പാഠങ്ങൾ. ചോരമണക്കും വെറിയിൽ തിളക്കും മനുഷ്യ മനസ്സിനെ ഇണക്കുവാൻ വഴിയുണ്ട്. നീതി പരത്തും സ്നേഹം നിറയ്ക്കും തിരുഹബീബിൻ വാക്കിന് മൂർച്ചയുണ്ട്. സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. ലോകനാഥനും മലക്കുകളാകെ ഇരുനൂറിൽ സ്വലാത്തോതുമ്പോൾ ഭൂമി മുകളിൽ നിർഭാഗ്യരായി നാം നബിയോരെ മറന്നിടുന്നു. ലോകനാഥനും മലക്കുകളാകെ ഇരുനൂറിൽ സ്വലാത്തോതുമ്പോൾ ഭൂമി മുകളിൽ നിർഭാഗ്യരായി നാം നബിയോരെ മറന്നിടുന്നു. ഹൃദയമുള്ളിൽ രക്തം പോലെ പടരണം തിരുചിന്തകൾ. നാവ് മൊഴിയോ വാക്കിൻ കൂടെ നിറയണം സ്വലവാത്തുകൾ. കൈകൾ ചലിക്കും കാലം മുഴുവൻ എഴുതിടേണം തിരുമദനിൻ വരികൾ. കൂട്ടിടേണം കൂടെയെന്നും തിരുഹബീബൻ ഒഴിയുന്ന സൗഹൃദങ്ങൾ. സ്നേഹ
മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നന്മ വെടിയരുതേ. വിശപ്പിന്റെ വിളിക്കട്ട ചരിതമുണ്ടതിന്, വിരഹങ്ങൾ പറയുമ്പോൾ സുഖം തരും പലത്. വിശപ്പിന്റെ വിളിക്കട്ട ചരിതമുണ്ടതിന്, വിരഹങ്ങൾ പറയുമ്പോൾ സുഖം തരും പലത്. വിതുമ്പുന്ന ഹൃദയങ്ങൾ കുളിർ കണ്ട മദത്, വിലാപങ്ങളകറ്റുന്ന ഹബീബിന്റെ തുരുത്ത്. വിതുമ്പുന്ന ഹൃദയങ്ങൾ കുളിർ കണ്ട മദത്, വിലാപങ്ങളകറ്റുന്ന ഹബീബിന്റെ തുരുത്ത്. ഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന. അഭയത്തിൻ സ്നേഹപാഠം പകർന്നുള്ള ബലത്, വനം നൽകി നബിയോരെ കാത്തിരുന്ന തെരുവ്. അഭയത്തിൻ സ്നേഹപാഠം പകർന്നുള്ള ബലത്, വനം നൽകി നബിയോരെ കാത്തിരുന്ന തെരുവ്. ഹൃദയത്തിൽ വസിക്കുന്ന മദീനക്കില്ലതിര്, ഇരമ്പുന്ന സ്വലവാത്തിൽ പൊതിഞ്ഞുള്ള ശുക്ർ. ത്വഹാ മണ്ണിൽ തിബാ തുബാ റമ്മിൽ തൗബാ. ത്വഹാ മണ്ണിൽ തിബാ തുബാ റമ്മിൽ തൗബാ. ഇതിഹാസമി മരുദേശമി വിടമിൽ വാസമഹദിന്റെ അതിശയമേ, ഇനിക്കാതം നടന്ന വിലാശ പരസ്പർശമേ, മണ്ണിന് ചുംബനമേ. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന. സ്നേഹഭൂമി മദീന, വിശുദ്ധ ബലദുൽ അമീന.